hi everyone, this is Rinsi from Groww Malayalam channel. Fire എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? തീയും പുകയൊക്കെ ആവില്ലേ മനസ്സിലേക്ക് വരുന്നത്? പക്ഷേ നമ്മുടെ പേഴ്സണൽ ഫൈനാൻസിൽ ഫയർ എന്ന് പറഞ്ഞാൽ തീയല്ല, വേറൊരു മീനിങ് ആണ് അതിനുള്ളത്. സോ എന്താണ് ഫയർ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് ഭാവിയിലെ ചിലവുകളെ കുറിച്ചൊന്നും ഓർക്കാതെ സമാധാനത്തോടെ ഫുൾ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു ദിവസം അതിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അപ്പം ജോലിക്കൊക്കെ കയറിയ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണം, കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിക്കണം, അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യണം, ഈ സേവ് ചെയ്തതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു വലിയൊരു സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു 65 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ശരിക്കും നമ്മൾ ഈ 65 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടയർമെൻറ്റ് വരെ നമ്മൾ നോക്കിയിരിക്കണോ? പിന്നെ നമുക്ക് വേറെ ഒരു ചിന്തയും കൂടി വരും, നമ്മുടെ ജോലി നമുക്കിപ്പോൾ പാഷനേറ്റ് ആണെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഫയർ എന്നുള്ള ടേം വരുന്നത്. അപ്പോൾ ഫയർ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഏർലി എന്നാണ്. അപ്പം ഈ ഫയർ എന്നുള്ള ടേമിൻ്റെ പോപ്പുലാരിറ്റി കൂടിയപ്പോഴേക്കും ഇത് ചുറ്റിപ്പറ്റി കുറേ തെറ്റിദ്ധാരണയും വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫയർ മൂവ്മെൻറ്റിലെ 5 മിത്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് ശരിക്കും ഫയർ മൂവ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫയറിൻ്റെ ഫുൾ ഫോം എന്താണ്? ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഏർലി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏർലി റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇതിലൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം നമ്മൾ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് നമുക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ മാത്രമുള്ള ഒരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം എത്രയും പെട്ടെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുക എന്നാണ് ഇതിലെ ലക്ഷ്യം. ലൈക്ക് ഇപ്പം നിങ്ങളുടെ വരുമാനത്തിൻ്റെ നല്ലൊരു തുക നിങ്ങൾ സേവ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 40s ഒക്കെ ആകുമ്പോഴേക്കും ഇത് സാധ്യമാക്കി എടുക്കുക എന്നാണ് ഇതിലെ ലക്ഷ്യം വരുന്നത്. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഇതൊരു പുതിയ ട്രെൻഡിങ് ഐഡിയ ഒന്നല്ല. അപ്പം ഈ ഒരു മൂവ്മെന്റ് അറൌണ്ട് 1992 മുതലുള്ളതാണ്. അപ്പം ഏകദേശം ഈ ഒരു സമയത്ത് വിക്കി റോബിൻ അതുപോലെ തന്നെ ജോ ഡൊമിനിഗസ് അവരുടെ ബുക്കിൽ യുവർ മണി ഓർ യുവർ ലൈഫ് എന്നൊരു ടേം കൊണ്ടുവന്നു. ഇവിടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പണക്കാരനാവുന്നൊന്നല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി റുട്ടീന് നമുക്കൊന്ന് ഫ്രീ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിശൂന്യമായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് പകരം മനസ്സോട് നമ്മൾ ചിലവാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഫയറിലേക്ക് കയറണമെങ്കിൽ നിങ്ങളിപ്പോൾ പണിയെടുക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാവുന്ന ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാവണം. സോ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? നമുക്ക് ആവശ്യത്തിനുള്ളൊരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ റിട്ടയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ജീവിക്കുക. സോ ഇനി നമുക്ക് അധികം സമയമൊന്നും കളയണ്ട, ഫയറിലെ മിത്സിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ എന്താ ആലോചിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. അപ്പം നേരത്തെയൊക്കെ നമ്മൾ റിട്ടയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ നേടിയെടുക്കണമെങ്കിൽ വലിയൊരു തുക നമ്മൾ ഉണ്ടാക്കണ്ടേ? ഒരു 5 കോടി 6 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി ഒക്കെ നമുക്ക് വേണ്ടി വരില്ലേ എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? അപ്പം ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? അപ്പം അങ്ങനെയെങ്കിൽ ആദ്യമേ ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയതൊക്കെ തെറ്റാണ്. അപ്പം ഇതാണ് ഫയറിലെ ആദ്യത്തെ മിത്ത് എന്ന് പറയുന്നത്, ഇത് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനാവുന്നൊന്നല്ല. എന്താണ് ഞാനത് പറഞ്ഞത്? നമുക്ക് ആവശ്യത്തിനുള്ളത്, നമുക്ക് എന്താണ് ആവശ്യത്തിന് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം കൺഫ്യൂഷൻ ആയോ നിങ്ങൾക്ക്? ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിൽക്കാം. അപ്പം എക്സ്പേർട്സ് വിശ്വസിക്കുന്നത് ഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആനുവൽ എക്സ്പെൻസിൻ്റെ കുറച്ച് മൾട്ടിപ്പിൾസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അല്ലാതെ വലിയൊരു തുക ഉണ്ടാക്കിയെടുക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. സോ എക്സ്പേർട്സ് പറയുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യലി നിങ്ങളൊന്ന് ഫ്രീ ആവണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു 60 വയസ്സിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആനുവൽ എക്സ്പെൻസിൻ്റെ 30 ഇരട്ടി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനിയിപ്പോൾ ഒരു 50-ആം വയസ്സിലാണ് നിങ്ങൾ റിട്ടയർ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസിൻ്റെ 35 മുതൽ 40 ഇരട്ടി നിങ്ങൾ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഒരു 40-ആം വയസ്സിലാണ് നിങ്ങൾ റിട്ടയർ ചെയ്യണമെങ്കിൽ ആനുവൽ എക്സ്പെൻസിൻ്റെ ഒരു 45 മുതൽ 50 ഇരട്ടി നിങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായേ, ഇത് വലിയൊരു നമ്പർ അല്ല, മറിച്ച് നിങ്ങളുടെ ആനുവൽ എക്സ്പെൻസ് കവർ ചെയ്യാൻ സാധിക്കണം. അതാണ് ഇവിടുത്തെ കാര്യം. അതുപോലെ തന്നെ എപ്പോൾ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യണം അതനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറും. നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് നിങ്ങളുടെ ഇയർലി എക്സ്പെൻസ് വരുന്നത് അറൌണ്ട് ഒരു 4 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 40 വയസ്സാകുമ്പോഴേക്കും റിട്ടയർ ആവണം. സോ 40-ആം വയസ്സിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര കോർപ്പസ് വേണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഇയർലി എക്സ്പെൻസ് 4 ലക്ഷം രൂപയാണ്. 40-ആം വയസ്സിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 4 ലക്ഷത്തിൻ്റെ 45 മുതൽ 50 ഇരട്ടി കയ്യിൽ വേണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1,80,00,000-നും 2 കോടിയുടെ ഇടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇയർലി എക്സ്പെൻസ് ഏകദേശം ഒരു 10 ലക്ഷം രൂപയാണ്. 40-ആം വയസ്സിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 4.5 കോടി മുതൽ 5 കോടിയുടെ ഇടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്പറിലല്ല കാര്യം, നിങ്ങളുടെ എക്സ്പെൻസ് അനുസരിച്ചാണ്. അതായത് റിട്ടയർമെന്റിൽ നിങ്ങളുടെ എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നേരത്തെ റിട്ടയർ ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? പക്ഷെ ശരിക്കും അങ്ങനെയല്ല കേട്ടോ കാര്യം. ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് മിത്ത് നമ്മൾ പറയുന്നത്.
റിട്ടയർമെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഇനി നമ്മൾ വർക്കിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് നമ്മൾ ജോലിക്കൊന്നും പോകണ്ട, ഫുൾ ടൈം ചില്ലിങ്, ലൈഫൊക്കെ എൻജോയ് ചെയ്യാം, ഇതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ ഫയറിൽ റിട്ടയർമെന്റിൽ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഫയറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി നിങ്ങളുടെ ജോലി നിങ്ങൾ നിർത്തുക എന്നല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഫൈനാൻഷ്യലി കംഫർട്ടബിൾ ആയ ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്നതാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പേ ചെക്ക് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല, അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സപ്പോസ് നിങ്ങൾക്ക് പെയിന്റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടുതൽ സമയം ആർട്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ ആർട്ട് പീസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. അപ്പോൾ ഇത് ക്യാഷിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പം ഇതും ഒരു വർക്ക് തന്നെയാണ്, പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു പേർപ്പസ് ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫയറിൽ ഏർലി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ട് ജോലി അവസാനിപ്പിക്കുക എന്നതല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് പുറകെ പോകാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് ചെറിയ രീതിയിലൊരു ജോലി തന്നെ ആവാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഫയറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാം ഓക്കെ ആയെന്നുള്ളത്. അപ്പം ഇത് അത്ര സിമ്പിൾ അല്ല. ഫയറിന് ശേഷം ലൈഫ് മൊത്തം അങ്ങ് സെറ്റായി എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു മിത്താണ്. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ഫയർ നേടിയെടുക്കുക എന്നുള്ളത് വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ ഫയറിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ലൈഫ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും. അതായത് പണത്തിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പേ ചെക്ക് ടു പേ ചെക്ക് നമുക്ക് ജീവിക്കേണ്ട. പക്ഷെ നമ്മുടെ ഫൈനാൻസിനെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ലൈഫ് നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. നമുക്ക് പ്രതീക്ഷിക്കാതെ ചിലവുകളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരാം. ലൈക്ക് ഇപ്പം പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതിലും കൂടുതൽ നമ്മുടെ ജീവിത ചിലവുകളൊക്കെ കൂടാം. അപ്പോൾ ഫയർ നേടിക്കഴിഞ്ഞാലും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയും ഫ്രീഡും ഒക്കെ നമുക്ക് ലഭിക്കും. പക്ഷേ ലൈഫ് സെറ്റായി അല്ലെങ്കിൽ ലൈഫ് പ്രഡിക്റ്റബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലും താഴ്ചയിലും നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി എന്തായാലും നമുക്ക് ലഭിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫയർ നേടിക്കഴിഞ്ഞാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ഒരു കണ്ണ് എന്തായാലും വേണം. അതിപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിത അവസാനം വരെ അത് ഉണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം. അപ്പോൾ ഫ്യൂച്ചർ ഇൻഫ്ലേഷൻ റേറ്റ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ സെയിം റിട്ടേൺസ് തരണമെന്നും ഒരു നിർബന്ധമില്ല. സോ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് ഇവിടെ. സോ ഫയർ നേടിക്കഴിഞ്ഞാലും പിന്നീട് ലൈഫ് ഫുൾ അടിച്ചുപൊളി മാത്രമാണെന്ന് വിചാരിക്കരുത്. അതായത് നമ്മളിപ്പോൾ എന്നും ബീച്ചിൽ പോയി ചില്ല് ചെയ്യുക, ഫുൾ നമ്മൾ ട്രിപ്പിന് പോവുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രെസ്സിൽ നിന്നൊരു ഫ്രീഡം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണിത്. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന വേറൊരു ചോദ്യമാണ്, ഞാനിപ്പോൾ എൻ്റെ 30s-ലും 40s ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. സോ ഈ ഫയർ എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ നിങ്ങൾ പറയാൻ വേണ്ടി വരട്ടെ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ് അല്ലേ. സോ ഇവിടെ നമ്മൾ അടുത്ത മിത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചെറുപ്പക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഫയർ എന്നുള്ളത്. ഇപ്പോൾ ഇതൊരു മിത്താണ്. അപ്പം നിങ്ങൾക്കിത് സമ്മതിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. ശരിയാണ്, നിങ്ങളിപ്പം ചെറുപ്പത്തിൽ നിങ്ങൾ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു തുക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നമുക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നല്ലപോലെ ലഭിക്കും. പക്ഷേ പ്രായമായ ഇത് നടക്കില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാൻ നിങ്ങൾ ഒട്ടും ലേറ്റ് അല്ല. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് തുടങ്ങാം. ഇപ്പോൾ 30-ലും 40-ലൊക്കെ റിട്ടയർ ആവാൻ വേണ്ടി നമുക്ക് വേണ്ട സെയിം കോൺസെപ്റ്റ്, അതുപോലെ സ്ട്രാറ്റജി തന്നെ മതി. നമുക്ക് 50s അല്ലെങ്കിൽ അതിൽ കൂടിയ ഏജിലൊക്കെ നമുക്കിത് നേടിയെടുക്കാൻ. അപ്പം താമസിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാനും താമസിക്കും. പക്ഷെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഫയർ എന്ന് പറഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു പേഴ്സണൽ ജേർണിയാണ്. സോ 35 വയസ്സായിക്കോട്ടെ അല്ലെങ്കിൽ 55 വയസ്സായിക്കോട്ടെ, അതിലല്ല ഇവിടെ കാര്യം. നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എടുക്കുന്നതിലാണ് കാര്യം. സോ എനിക്ക് പ്രായമായി പോയല്ലോ എന്ന് ഓർത്ത് തുടങ്ങാതിരിക്കരുത്. ഇത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ജേർണിയാണ്. സോ നിങ്ങൾ എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പോൾ നിങ്ങളത് തുടങ്ങുക. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവും, അതായത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ ചിലവുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കണം എന്നുള്ളത്. അപ്പം ഇതിൻ്റെ പുറകിലെ ഐഡിയ പറയുന്ന ഇതാണ്, അതായത് ഓരോ രൂപ നമ്മൾ സേവ് ചെയ്യുന്ന നമ്മുടെ സമ്പത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ആ ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് ഫുൾ അങ്ങ് ശരിയല്ല കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മുടെ ലാസ്റ്റ് ഇതൊരു പ്രധാനപ്പെട്ട മിത്തിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ചിലവാക്കുകയും സേവ് ചെയ്യുകയും ചെയ്യണം. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ പിശുക്ക് ജീവിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചിലവാക്കുക, ലാവിഷായിട്ട് ചിലവാക്കുന്നതിന് പകരം. അപ്പം നമ്മുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ചിലപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാവും നിങ്ങൾ. അങ്ങനെയെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റി വെക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്താൽ മതി.
അല്ലെങ്കിൽ ഇപ്പം പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇഷ്ടമുള്ള ഒരാളായിരിക്കും നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ചിലവ് കുറഞ്ഞ റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ഇടയ്ക്ക് മാത്രം പോയി കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു ബാലൻസ് കണ്ടെത്തുന്നതിലാണ്. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിലാണ് ഇവിടെ കാര്യം. പിന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ജേർണി എന്ന് പറഞ്ഞാൽ അതിലൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചെലവുകൾ കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നതിലല്ല, നിങ്ങളുടെ വരുമാനം കൂട്ടുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതിലാണ് ഇവിടുത്തെ മെയിൻ കാര്യം ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ ചെലവുകൾ നിങ്ങൾ കുറയ്ക്കണം നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. എല്ലാ സന്തോഷങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? അപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് പണം ഉണ്ടാക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് ഒരു വഴി അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇന്നത്തെ നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഏർലി, അതായത് ഫയറിലെ 5 കോമൺ മിത്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ഈ തെറ്റിദ്ധാരണകൾ കാരണം നിങ്ങൾ പുറകോട്ടേക്ക് നിൽക്കരുത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ജേർണി ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബാലൻസ് കണ്ടെത്തുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളായിട്ട് ഒത്തുപോകുന്ന തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. സോ ഹാപ്പി ജേർണി ടുവേർഡ്സ് ഫൈനാൻഷ്യൽ ഫ്രീഡം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി ഷെയർ ചെയ്യാം. സോ നമുക്ക് ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.